നമസ്കാരം. ഞങ്ങളിന്ന് പ്രാങ്കുമായിട്ട് നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്. ദുബായിൽ വെച്ച് പരിചയപ്പെട്ട അനീഷിന്റെ ഒരു സുഹൃത്ത് നിത്യേനെ ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. കന്യാകുമാരിയിൽ ഒരു പ്രാങ്ക് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തി. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കടം കയറി മുടിഞ്ഞ് നാട് വിട്ട് കന്യാകുമാരിയിൽ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ഒരാളെ തപ്പിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരാളുടെ സഹായം കൂടെ തേടുന്നുണ്ട്. പുള്ളിക്കാരുടെ ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. ചേട്ടന് മലയാളം தெரியுமா? കൊഞ്ചം தெரியும். ഒരു ഉപകാരം ചെയ്യാവോ? എൻ്റെ ഹസ്ബൻഡ് ഒരു 7 മാസത്തിന് മുമ്പേ നാട് വിട്ട് വന്നതാ. നാട് വിട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു കോള് വന്നു. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ ടൂറിന് വന്നായിരുന്നു. അപ്പം ഫോട്ടോ എടുത്ത് ഞങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിൽക്കുന്നതായിട്ട്. അപ്പം ചേട്ടൻ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അവിടെ വന്നിട്ട് പുള്ളിക്കാരനെ ഒന്ന് അവിടെ പിടിച്ചിരുത്തണം. പോകാൻ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കടം ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ വിചാരിച്ച് ഇനി പൈസക്കാർ വന്ന് ബഹളം ഉണ്ടാക്കുവോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ കയറി ഒരു ദിവസം രാവിലെ അവിടുന്ന് സാധാരണ ജോലിക്ക് പോണ പോലെ പോയ ആളാണ്. പിന്നെ വന്നിട്ടേ ഇല്ല. ഒരാള് ഫോട്ടോ ഇട്ട് തന്നു. അപ്പൊ ഇവിടെ ഉള്ള ഒരാള് പറയുമ്പോ പുള്ളിക്ക് ഒരു പേടി വരും. ഇതാണ് ആള്. പേര് ശരിക്കുള്ള പേര് ഉൽപ്പലാഷൻ എന്നാണ്. ഇവിടെ അപ്പൊ ഈ ഭാഗത്ത് വരുമെന്ന് പറഞ്ഞു. ഒന്ന് സഹായിക്കണം ചേട്ടാ. വരുമോ? നമ്മളെ കൂടെ വരുമോ? വരണം. അവിടെ വന്ന് നേരത്തെ വന്നു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചെന്ന് നിന്നിട്ടേ അപ്പൊ இந்த ഭാഗത്ത് വെച്ചാണ് ആ ഫോട്ടോ എടുത്ത് നമുക്ക് ഇട്ട് തന്നെ ഈ ഫോട്ടോ. അപ്പൊ ഇവിടെ വരുമെന്നാണ് ഒരു വാരത്തിന് മുമ്പേ ഇടത്ത് ഒരാൾ വന്നെടുത്ത് പറഞ്ഞതാണ്. അപ്പൊ ഇടത്ത് വരും, നമുക്ക് ഇരിക്കാം. 6 മാസം ആச்சு. 7 മാസം ആകുന്നു. നാളെ ഇത് ഇടക്കാലത്ത് ഒരാഴ്ചയാക്കും. ഒരാഴ്ചയാക്കും. ഒരാഴ്ച ഇങ്ങൊന്നും അലഞ്ഞിരിഞ്ഞ് നടക്കരുത്, ഇങ്ങ പോലീസൊക്കെ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് പേടിപ്പിച്ച് പറഞ്ഞ് നിങ്ങൾ കുടുംബത്തോടൊപ്പം പോ. ഇപ്പൊ ഒരു അയ്യറുടെ വേഷത്തിലാണ് നടക്കുന്നത്. എന്തോ ശംഭു അയ്യർ എന്നും പറഞ്ഞ. അപ്പൊ അവര് കണ്ടത് ചോദിച്ചു പറഞ്ഞു ഇല്ല ഉൽപ്പലാഷന്റെ പേര്. അപ്പൊ അല്ല ഉൽപ്പലാഷൻ ഒറിജിനൽ പേര്. ഇപ്പൊ ഇങ്ങ വന്ന് പേര് മാറി ശംഭു അയ്യറാന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് മനസ്സിലായി, താടിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് അവർക്ക് വന്നല്ലോ ചെറിയ ഡൗട്ട് മനസ്സിലായി. ഇവരെ കണ്ടപ്പോ മനസ്സിലായി, അവർക്ക് കണ്ടപ്പോ പെട്ടെന്ന് ഈ വേഷത്തെ കണ്ടപ്പോ അവർക്ക് മനസ്സിലായില്ല. എങ്കിലും സംശയം അതാണ്. അപ്പൊ ഇങ്ങ ഉള്ള ഒരാള് പറയുമ്പോ അയാൾക്ക് ഇത്തിരി ഒരു ഇത് വരും. അതാണ് ഞങ്ങൾ പറയുമ്പോഴേ നമ്മള് കൊല്ലത്തുനിന്ന് വരുവാ. ഇവിടെ ഫോട്ടോ കുഴപ്പമില്ല ചേട്ടാ. കൊല്ലത്ത് അവിടെ ഒരുത്ത ഉണ്ടായിരുന്നില്ലയോ? അയ്യോ എന്ത് ചെയ്യാനാ, ജോലിക്ക് നിക്കണമെന്ന്. ചായ എന്തെങ്കിലും വേണോ ചേട്ടന്? ഉണ്ടാ വെള്ളം എന്തെങ്കിലും വേണോ കുടിക്കാൻ? വെള്ളം വാങ്ങിച്ചോ? ഒന്നും വേണ്ടേ? വീട്ടിലാരൊക്കെയുണ്ട്? വൈഫ് കോയമ്പത്തൂരില. ഒരു പൊണ്ണ്, ഒരു കുട്ടി 10, ഒരു കുട്ടി 9, ഒരു കുട്ടി 11ാം ക്ലാസ്സില് 10 പാസ്സായി 11, ഒരു കുട്ടി 10. 3 പേര്. 2 പെണ്ണും ഒരാണോ? ഓ പട്ടക്കോട്ട അല്ലേ? എങ്ങനെയെങ്കിലും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. നമ്മൾ ചേട്ടന് വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണോ? വെള്ളം നാരങ്ങ എന്തെങ്കിലും വെള്ളം വേണമല്ലോ. ചാപ്പാട് അടിച്ച അതെല്ലാം കഴിച്ചു. കൊച്ചുങ്ങൾ അവിടെ വേറെ ഒരാളോടുണ്ട്, റിലേറ്റീവ് ഒരാളുണ്ട്. അവരുടെ കൊച്ചുങ്ങളെ കൂട്ടിട്ട് ചേച്ചിയുണ്ട്. പിള്ളേരെ കണ്ട് പിള്ളേരെ കരയെ പിടിക്കെല്ലാം ചെയ്താലേ പെട്ടെന്ന് എടുത്ത മാറിപ്പോയാലോ കണ്ടാലേ. പിന്നെ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വിളിച്ചിട്ട് വരുമ്പോ ഒന്ന് മനസ്സിനൊരു ഇത് വരുമല്ല. ഒരാള് നമ്മള് സ്നേഹത്തോടെ എല്ലാം പറഞ്ഞു കൊടുക്കാമെങ്കിലേ
പിള്ളേരുടെ പോക്കാണ്. ഇതൊരു കഷ്ടമാണെന്ന് പറയാം. എത്ര നാളുകൊണ്ട് അന്വേഷിക്കാന്നറിയോ എന്റെ പൊന്നേട്ടാ. 7 മാസം 7 മാസം. ആ നാളെ ആകുമ്പോ 7 മാസം ആവും ചേട്ടാ പോയിട്ട്, വീട്ടിൽ നിന്ന് പോയിട്ട്. ഞാൻ പൈസ കുറച്ച് കടമൊക്കെ തീർത്തു. നമ്മള് പൈസ നമുക്ക് എങ്ങനെയും കൊടുക്കാം. അത് നമുക്ക് ഇപ്പൊ പിള്ളേർക്ക് അപ്പ വേണ്ടേ? നാട്ടുകാരോട് നമ്മൾ സമാധാനം പറയണ്ടേ? നാട്ടുകാരോട് പറഞ്ഞു ഞാൻ കുഴഞ്ഞ്. എല്ലാവരും എന്ത് ചെയ്യേ ഉൽപ്പന്നേഷൻ എന്ത് ചെയ്യേ, ഉൽപ്പന്നയെ കാണുന്നില്ല. ഞാൻ പറയാം അവിടെ പോയി ഇവിടെ പോയാണ്ട് ചോദിച്ചു നോക്കി, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. പോലീസിൽ പരാതി കൊടുക്കാന്ന് വിചാരിച്ചാൽ പോലീസ് പരാതി കൊടുത്ത് ഫോട്ടോ കൊടുത്താൽ പുള്ളിക്കാരി ഈ നാടേ വിടും. അതുകൊണ്ടൊന്നും പരാതി ഒന്നും പെട്ടൊന്നുമില്ല. എന്നിട്ട് നമുക്ക് അടുത്തുള്ള മെമ്പറിനോടൊക്കെ നമ്മൾ പറഞ്ഞു, പഞ്ചായത്തിലൊക്കെ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞു പുള്ളിയുടെ സ്വഭാവം അറിയാവല്ല, രഹസ്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടിട്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ദൈവാദിനം കൊണ്ടാ അവരിവിടെ ഫാമിലി ആയിട്ട് ഇവിടെ വന്നത്. അങ്ങോട്ട് നോക്കണോ? അങ്ങോട്ട് ഇറങ്ങി നോക്കണം. ചിലപ്പോ ഇവിടെ വേണമെങ്കിൽ ഇരിക്കണമെന്ന് നോക്കണോ? ജസ്റ്റ് ചേട്ടാ ഒന്ന് നോക്കാവോ ചേട്ടാ? അവിടെ ഒന്ന് പാത്തിട്ട് എന്നെ കണ്ടാ ചിലപ്പോ ഞാൻ അങ്ങ് മാറി നിൽക്കാം. തമ്പി നീ എന്തിനാ അങ്ങോട്ട് ഉണ്ടോന്ന് നോക്കാം. ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം, ഉണ്ടെങ്കിൽ മാറി നിൽക്കാം. പക്കത്തിലൂടെ താഴെങ്ങാനും കാണുമായിരിക്കും ഇല്ലയോ? അതെ, ഞാനോടൊന്ന് പോയി നോക്കാം. ഞാന് മാറി നിൽക്കാം. നിന്നെ കണ്ടാലേ ചില പൊട്ടും വരും, നീ മാറി കേട്ടാ. അങ്ങോട്ടങ്ങും ഇല്ലേ? അവിടങ്ങും പോകാൻ വഴിയുണ്ടോ? ഇവിടെ ഇരിക്കുന്നോ? വരുന്നേ എവിടെ ഇരുന്നോ ചേട്ടാ? എവിടെ ഇരുന്നോ? ഇവിടെ പൊടിക്കാനൊക്കെ പോണേട്ടാ. ഇവിടെ ഇരിക്കുന്നു. ഇതെന്തൊരു പോലോ ഇത്? ആരോ കണ്ണാടി ഊരിക്കേ, കണ്ണാടി ഊരാനെന്ന്. കണ്ണാടി ഊരിക്കേ നോക്കട്ട്. അപ്പൊ ഞാൻ ആരായി? ഇപ്പൊ ഞാൻ ആരായി? தமிழ் தெரியுமா? கொஞ்சம் தெரியும். அவங்க இங்க வந்து எவ்வளவு நாள் ஆச்சு? நான் உங்க வந்துட்டு ஒரு 4 3 7 மாசத்தோളം ആയി. 7 മാസം ആയി. മാങ്ങ വേണം? വേണ്ട വേണ്ട. തിന്നെ ഇല്ല തിന്നെ തിന്നെ. അണ്ണാ തിന്നെ. எனக்கு ஒண்ணும் குழப்பம் இல்ல. அண்ணா தின்னே சே. நீ யாரு? உங்கள வைஃபா? இல்ல இல்ல, ஏன் வைஃப் அங்க இருக்கு. இது யாரு பின்ன? உனக்கு அச்சாச்சியா? யாரும் தெரியல. உங்களை பேசணும்னு சொன்னாங்க, வேற ஒண்ணும் இல்ல. யாரு? உங்க குழந்தை எல்லாம் வந்திருக்கான். ஆமா. நீங்க வந்து எத்தனை நாள் ஆச்சு? எவ்வளவு நாள் ஆச்சு? ஒண்ணு அண்ணன் சேட்டன். அண்ணினோ? ஆமா ஆமா. சரி போங்க, போய் பேசணும். ஏத்துல வர ഇവിടെ എനിക്ക് തൂങ്ങിയതല്ല. நான் பல இடத்துலயும் தூங்கும், ரயில்வே ஸ்டேஷன்ல கூடுதலும் தூங்கும். அங்க இங்க அப்ப நான் 7 மாசம் இங்க வந்தேன் இல்லையா, அப்போ எனக்கு புரியும். தமிழ் தெரியுமா? உங்க உங்க குழந்தையெல்லாம் வந்திருக்கான். குழந்தையாக வந்திருக்கா? ஆமா வந்திருக்கான். வண்டியில கார்ல வந்திருக்காங்களாம் உங்களை தேடி. அட உங்களை கூட்டு போறக்காண்டி வந்திருக்காங்களாம். குழந்தையா? ஆமா உங்க குழந்தை. எத்தனை குழந்தை உண்டு உங்களுக்கு? 2 குழந்தை இருக்கு. அடா 2 குழந்தை வந்திருக்கான். யாரு சொன்ன? ഞാൻ சொன்னேன். നീ ആര്? നിങ്ങൾ കണ്ണാടി ഒരു മനുഷ്യ, നിങ്ങൾ കണ്ണാടി നൂരിക്കേ. നിങ്ങൾ ആര്? നിങ്ങൾ കണ്ണാടി നൂരിക്കാ. ഇത് ഉங்க സംസാരിയാ? உங்க സംസാരമാ? അത് താനേ നാനും സംസാരിച്ചിട്ട് താനേ നീക്ക്. എന്റെ പേര് സിന്ധു. എന്റെ പേര് സിന്ധുവിനെ അറിയുവോ? സിന്ധുവാ? യാത് സിന്ധു? ചുമ്മാ വേല ഇറക്കാണ് ചേട്ടാ, ഇത് വേല ഇറക്കാണ് കേട്ടാ. எங்க அண்ணா அங்க அத்தியம் அல்ல ஒரு கடை போட்டிருக்கா. யாரு? உங்களு? நம்ம கடை അവിടെ ഉണ്ട്. நான் கண்டுட்டு அந்த டவருக்கு கீழே. எந்த டவர்? ஹோட்டலு? இல்ல இல்ல, நம்ம அது அப்புறத்துல ஹோட்டல் கழிஞ்சிட்டு அப்புறம் பாத்ரூம் கிட்ட இருக்கு. அரே பாத்ரூம் கிட்ட இருக்கு. பாத்ரூம் போயிட்டியா? என்னங்க வேண்டாம் கழிஞ்சோ. ஏன்னா என் கடையில மாங்காய் உண்டு. கழிக்க நீ கழிக்க போட்டு. அதான் அது ചേട്ടന്റെ കടയിൽ മാങ്ങ ഉണ്ട്. மாங்காய் இருக்கு. நாங்க கழிங்க. கழி மாங்காய் நம்ம கடையில உண்டு. இஷ்டமெல்லாம் உண்டு.
ஆனா நீ எதுக்காக வந்த? அது அக்கா நம்மள கூட்டு சேட்டத்தை பர உனக்கா சேச்சியா? சேச்சி அக்கையா? ஆமா. அது எனக்கு கிட்ட கூட்டி கொண்டு வந்தது சொல்லி வீட்டுக்கு அனுப்பி விடுங்க பாவம். யாரு? உங்க குழந்தை எல்லாம் வந்திருக்கான் அப்படி சொன்னாங்க. அவங்க என் பிள்ளைல எல்லாம் வந்திருக்கு. ஆமா. எங்க வந்திருக்கு? எங்க இருக்கு? அப்புறத்துல இருக்கான். உனக்கு சேச்சிக்கு எப்படி தெரியும்? எனக்கு அவங்க சொன்னாங்க அவங்க പറഞ്ഞாங்க സംസാരം. அரே அப்படி நீ யாரு அது சொல்லு. இவனுக்கா பொண்டாட்டியா? ഇതെന്റെ അണ്ണൻ തമ്പി. ഞാൻ ചോദിക്കട്ടാ, എത്ര മാസമായിരുന്നു പോന്നിട്ട്? എവിടെ എന്ത് പോന്നിട്ട്? കൊല്ലത്തുനിന്ന് പോന്നിട്ട് എത്ര മാസമായി? ഈ പൈസ വല്ലതും കൊടുക്കണമെന്ന് വല്ല വിചാരം ഉണ്ടായിരുന്നോ? ഞാൻ അറിയിക്കാം. പൈസ വല്ലതും കൊടുക്കണമെന്ന് വല്ല വിചാരം ഉണ്ടായിരുന്നോ? യാർക്ക്? നമ്മുടെ സംസാരം കേട്ടോ. യാർക്ക്? മേടിച്ചവരുടെ കയ്യിൽ നിന്ന് കട മേടിച്ചൊക്കെ ഓർമ്മയുണ്ടോ? ഒരാവശ്യങ്ങൾക്ക് ബിസിനസിനും അതിനൊക്കെ മേടിച്ചൊക്കെ ഓർമ്മയുണ്ടോ? ബിസിനസ് പൊട്ടിപ്പോയി. അത് ഞാൻ പറഞ്ഞു അത് തുടങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ആ ബിസിനസ് ഇത് കുറെ പ്ലംബിങ്ങിന്റെ ഒക്കെ പരിപാടിയുണ്ട്, ഇലക്ട്രീഷ്യന്റെ ഒക്കെ വർക്ക് ഒക്കെ ഉണ്ട്. അതിന്റെ സാധനങ്ങളെല്ലാം മേടിച്ചു. അപ്പൊ അത് തൊട്ടടുത്ത് വേറൊരു കടയുണ്ട്. അപ്പൊ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു, ചേട്ടാ അത് അവിടെ നമുക്ക് വേണ്ട, നമുക്ക് കുറച്ചുകൂടെ സിറ്റിയിലിട്ട് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞപ്പോ ഇല്ല, നിർബന്ധം, ഒറ്റ നിർബന്ധം. അപ്പൊ ഞാൻ പറയണത് കേൾക്കാതെ ആ തൊട്ടടുത്ത കടയുടെ കീഴിൽ തന്നെ അവർ വർഷങ്ങളോളം ഉള്ള കടയാ കീഴിൽ തന്നെ കൊണ്ടുവച്ചപ്പോ എപ്പോഴും സ്ഥിരം വന്ന് മേടിക്കുന്ന കടയിൽ ആൾക്കാർ വരുമോ? പുതിയ കടയിൽ ആൾക്കാർ വരുമോ? അന്ന് എന്തെങ്കിലും വില കുറച്ച് കൊടുക്കാൻ പറഞ്ഞാൽ കേൾക്കുവോ? അതും ഇല്ല. അങ്ങനെ അതങ്ങ് പൊട്ടിപ്പാടി സാധനങ്ങളെല്ലാം തിരിപ്പുണ്ട്. നീ അതെല്ലാം കൊടുത്ത് കാശ് മേടിക്കണം. ആർക്കും വേണ്ട. കുറെ 7 മാസം കൂടെ കട തുറക്കാൻ വേണ്ടിട്ടൊക്കെ വാടക. പേരെന്തോ? ഉൽപ്പലാശാന് അല്ല. പിന്നെ വേറെ ഉണ്ട്. അത് പറഞ്ഞു ശംഭു അയ്യർ. ഇത് എന്തുപോലെ ശംഭു അയ്യരായി? ഞാൻ ശംഭു അയ്യർ. നിങ്ങൾ വിചാരിക്കുന്ന ആള് നിങ്ങള് മലയാളിയാണോ? നിങ്ങൾ മലയാളിയാണോ? നിങ്ങളെന്റെ കെട്ടിയനാണോ? ആര്? നിങ്ങളെന്റെ കെട്ടിയനാണോ? അല്ല, നാന് ശംഭു അയ്യർ. ഞാൻ ഉങ്ങളെ എതുക്കാக കേട്ടോ? നിങ്ങൾക്ക് മലയാളം തരുമോ? എനിക്ക് പച്ചയ്ക്ക് മലയാളം അറിയാം. എനിക്ക് തമിഴ് അറിയില്ല. എനിക്ക് മലയാളം തരുമോ? നിങ്ങളെ ഞാൻ കെട്ടിയെന്ന് നിങ്ങൾ പറഞ്ഞാല് ഞാൻ 7 മാസം കൊണ്ട് കന്യാകുമാരിയില് താമസിക്കണേ. 7 മാസം അല്ലേ ഉള്ളൂ? വർഷങ്ങളോളം കൊണ്ടൊന്നും അല്ലല്ലോ താമസിക്കുന്നത്. 7 മാസം കൊണ്ടല്ലേ താമസിക്കുന്നത്? ആണ്. ഇപ്പൊ ഈ 7 മാസത്തിന് മുമ്പേ വരെ ആരോടെ താമസിച്ചു? ഞാൻ ചൊല്ലത് കേളണ്ണാച്ചി. ഈ ഞാന് കൊല്ലത്തിലെ ഒരു ഞാൻ നാട്ടുക്ക് പോകും. என் நாடு பாலக்காடு. புரிஞ்சுதா? புரிஞ்சுதா அண்ணா? இப்போ உங்களுக்கு 2 குட்டிலாம் வந்திருக்கு, நாட்டுக்கு போங்க. കുട്ടികൾ വന്നിരിക്കണ? എനക്ക് കുട്ടികളാ? അളിയൻ വന്നിട്ടുണ്ട്. അനീഷ് അളിയൻ വന്നിട്ടുണ്ട്. അളിയനാ? എനിക്ക് ഏത് അളിയൻ? ഞാനേ ഉങ്ങളെ പൊണ്ടാട്ടിയാ? உங்க குட்டி வந்திருக்கு. குட்டி தெரியுமா உங்களுக்கு? எத்தனை குழந்தை? 2 குழந்தை. என்ன குழந்தைலாம்? 2 குழந்தை. என்ன குழந்தை? ஆணும் பெண்ணு വന്നിരിക്കാ. മോനായിരുന്നു ജീവൻ. മോന്റെ പേര് പറ. യാര്? നീ ആരമ്മ? ഉനക്ക് മക്കളെ കാര്യം, നിങ്ങളെ മക്കളെ കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ട് വല്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഈ തമ്പി, ഈ അണ്ണൻ തമ്പി നമ്മളെ കൂട്ട് എന്റെ ചേട്ടായി ഇപ്പൊ എന്നെ സഹായിക്കാൻ വന്നതാ. മനസ്സിലായോ? ഇവരിവിടെ സ്ഥിരം താമസക്കാര്. அந்த பாம்பெல்லாம் வந்தாங்களா சொன்னா உங்களுக்கு மலையாளம் தெரியுமா? தெரியாது. அப்ப அந்த சேட்டாட்ட பேசி எங்க கூட ஊருக்கு அனுப்பி விடுங்க, குழந்தைலாம் வந்திருக்கு. நீ அப்ப இதாரு உனக்கு பாரியன கூட என்ன அயக்காதக்கா? ஏன் நான் இப்படி இந்த மாதிரி வந்து விளநாளத்துல பாவம், அவங்க பாவம். யாரு பாவம்? அந்த உங்க குழந்தை பாவமா? அது எனக்கு தெரியும். குழந்தைக்காண்டி போக வேண்டாமா? எனக்கே 3 குழந்தை இருக்கு. பையன் காலேஜ் படிக்கான், அடுத்த ஒரு பொண்ணு 11, அடுத்த ஒரு பொண்ணு 10. எனக்கு தெரியும். நான் அங்க வச்சு கண்டிருக்கேன். நானே ட்ரிங்க்ஸ் அடிப்பு இப்ப அடிக்க மாட்டேன் குழந்தைக்காண்டி. கண்டா நான் நல்லா குடிப்பேன். குடிச்சிட்டு கன்னியால மட்டையா போவேன். ஒரு பைக்ல போய் 1000 கிலோ விழுந்து ஆசிரியப்படத்தில் போட்டு குடியை விட்டுட்டேன் குழந்தைக்காண்டி. நீங்க போய் எனக்கு மலையாளம் தெரியுமா? கொஞ்சம் தெரியும். சம்சாரிக்க தெரியாது. அதெல்லாம் தெரியும். நம்ம அடுத்த சொல்ல தெரியாது. சொல்ல தெரியும். மறுபடியும் சொல்ல தெரியும். நீங்க சொல்லி தெரியும். മനസ്സിലായി. நம்ம അടുത്ത പറയാ சொல்ல தெரியாது. പറയാന്നൊക്കെ മലയാളം വന്നു. അടുത്ത പറയാ தெரியாது. நாங்க എറണാകുളം வந்து എറണാകുളം വരുമ്പോ അയ്യരെ വിളിക്കാത്തുണ്ട്. ഞാൻ വന്ന് കൂട്ടിക്കിട്ട് പോകുമായിരുന്നേ. അയ്യരെ വിളിക്കുന്ന അയ്യര് ആദ്യമായിട്ടല്ലേ ആളിനെ കാണുന്നേ? கண்டிட்டில்லையா? உங்களை செல்ல போட்டே பார்த்தேன். இப்போ
സെല്ലിലെ ഫോട്ടോ ഇருந்து பார்த்தேன். ഫോട്ടോ பார்த்தாரா? അപ്പൊ ഞങ്ങളൊരു ഫോട്ടോ കാണിച്ചു, ആ ഫോട്ടോയിലാണ് കണ്ടിട്ടുള്ളത് പറഞ്ഞത്. அதான் நான் நிக்கவா அப்படின்னு. நாங்க அப்படி கீழே இருக்கேன். എപ്പോഴേ? இப்போ கீழே பார்த்தோமா? ഞാൻ ഇങ്ങ സ്ഥിരം വരും. വൈകിട്ടാകുമ്പോ ഇങ്ങ വന്നിരിക്കും, കാറ്റ് കൊള്ളും, ആരെങ്കിലും ഒക്കെ എന്നൊക്കെ തരും. അല്ല മാറ്റി കഴിച്ചിട്ട് ഞാൻ അങ്ങ് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ കിടക്കും. 7 മാസം കൊണ്ട് ഇനി അന്വേഷിക്കാൻ സ്ഥലമില്ല. അവിടെ വച്ചറിയാമോ? ഇങ്ങ വന്നിട്ട് 7 മാസം കട്ടിച്ചാവും. 7 മാസം ഇപ്പൊ നാളെ ആകുമ്പോ 7 മാസം. ഞാൻ എണ്ണി ഇരിക്കുവാണോ അല്ലെങ്കിൽ 7 മാസം റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഒരു 15-20 ദിവസം. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചാണോ? അണ്ണന്ന് ചോദിച്ചാണോ? ചോദിച്ചു ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചു നോക്കിയേ. വീട്ടിൽ ഒന്നിനും ഒരു കുറവില്ല. പൈസ നമ്മൾ ബിസിനസിന് വേണ്ടി വാങ്ങിച്ചു, അത് പൊട്ടിയോ? അടച്ചിട്ടാങ്ങളാ? ആരടച്ചിട്ടാ? കട അടച്ചിട്ടാണോ അവിടെ ഭാര്യയായ നീ എതുക്കാക എന്റെ കടം തീർക്കുന്നത്? എന്റെ പൊന്നു മനുഷ്യ, ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യ അല്ല. நீங்க மன வருத்தத்தை வந்திருக்கீல்ல? இனி மன வருத்தம் வேண்டாம், வீட்டுல போய் ஃபேமிலியோட இருங்க அப்படின்னு சொல்லி வந்தாக்கா. ഞാൻ വീട്ടിൽ പോയി എന്റെ കുടുംബത്തോടെ കഴിയാം அப்படியா சொல்லுது? ஆமா, குட்டிலாம் பாவம் இல்ல. அப்ப எனக்கு ஆദ്യ ഭാര്യ ഞാൻ என்ன ചെയ്യും? കൊല്ലത്തുള്ള ഭാര്യ ഞാൻ என்ன ചെയ്യും? അപ്പൊ ഞാൻ രണ്ടാമത്തെ ഭാര്യയോ? എന്ത് ചെയ്യാനാ ചേട്ടാ? അണ്ണാ എനിക്ക് ഭാര്യ ഇருக்கு, കൊല്ലത്ത് ഇருக்கு, 2 മക്കൾ ഇருக்கு. ഭാര്യ എന്നാ നിങ്ങൾ എന്താ പറയുക? അല്ല, ഭാര്യക്ക് കൊണ്ടാട്ടി മനവി. നിങ്ങൾ അത് മനവി. ഞാനിപ്പോ ഞാൻ മനവി അല്ല എന്നാ പറയണേ, മനസ്സിലായോ? പുള്ളിക്കാരന് കൊല്ലത്ത് വേറെ മനവി ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 7 മാസം കൊണ്ട് അവിടുന്ന് മാറി നിന്നപ്പോ എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം വല്ല ആയോന്ന് എനിക്കറിയില്ല. അവിടെ നിന്നപ്പോ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഈ പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിന്റെ നാട് വിട്ടു മനുഷ്യ? ഞാൻ ആരോടൊക്കെ എല്ലാവരും പറയുന്നറിയാം, ഞാൻ തല്ലിക്കൊന്ന് സെപ്റ്റി ടാങ്കിനകത്ത് ഇട്ടു എന്ന് പറയുന്നു. തല്ലിക്കൊന്നൊരു സെപ്റ്റി ടാങ്കിനകത്ത് ഇട്ടു എന്ന് പറയുന്നു. ഞാൻ ഓടിച്ചു വിട്ടെന്ന് പറയുന്നു. ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞു, ബന്ധം ഏർപ്പെടുത്തിയെന്ന് പറയുന്നു. എന്റെ പൊന്നി ഏട്ടാ, ഞാൻ ഇനി നാട്ടുകാരോട് സമാധാനം പറഞ്ഞു ഞാൻ കുഴഞ്ഞു. ഒറ്റയ്ക്ക് താമസിക്കുമല്ലേ, ആൾക്കാർക്ക് എന്തെല്ലാം പറയാ. ഇങ്ങോർക്ക് ഇത് വല്ല അറിയണോ? നിങ്ങൾക്ക് ഇത് വല്ല അറിയണോ? ഞാൻ ആൾക്കാരെ എങ്ങനെയാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്? ഞാൻ പറ്റിയത് പിള്ളേരെ കുളന്തല വിളിച്ചോണ്ട് കേട്ടെ. ചേട്ടൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് ഞാൻ പോയിട്ട് വണ്ടി എടുത്തോണ്ട് വരാം. കുളന്ത വിളിക്കാൻ പോവാ. ചേട്ടൻ പറയുന്ന കേട്ട് വിട്ടിരുന്നോണം. ചേട്ടൻ വിടല്ലേ, എന്ത് കാരണം വെച്ചാലും വിടല്ലേ. അവനെയും കൂടെ ഞാൻ നോക്കട്ടെ, അവനെയും കൂടെ ഞാൻ വിളിച്ചു വിടാൻ പറ്റും നോക്കട്ടെ. அந்த പാർക്കില് ഓക്കെ. അവര് പോയാണ്, ഞാൻ പോട്ടെ. அந்த குழந்தை கூட இருக்காங்க, அங்க வண்டி நிக்கான். நான் போட்டா இல்ல, இருங்க நான் போட்டு. അണ്ണാ ഇങ്ങ വാരേ, ഇങ്ങ വാരേ അണ്ണാ. ഇത് ഒരു പ്രോഗ്രാമാണ്, ഒരു കോമഡി പ്രോഗ്രാം. ചൊല്ലി പറഞ്ഞു കൊടുക്കുക. நீங்க சொல்றீங்க ஹஸ்பண்ட் வர மாட்டேங்காரு அப்படின்னு. ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാം. നോക്കണ ഇത് വരെ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോമഡി പ്രോഗ്രാമാണ്. നമ്മളിപ്പോ ഈ കന്യാകുമാരിയിൽ ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഇതേപോലെ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. വീട്ടിൽ നിന്നൊക്കെ പിണങ്ങിയൊക്കെ നാടുവിട്ടൊക്കെ പോയി ഇവിടെ ഒളിച്ച് താമസിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് ഈ പ്രോഗ്രാം. അല്ല, ഞങ്ങളില്ല. അനീഷ, ഇത് ആര് ഞാൻ വീട്ടുകാരൊന്നുമല്ല, വീട്ടുകാരൊന്നുമല്ല. ജസ്റ്റ് ഒരു പ്രാങ്ക് ഷോ ആണ്. ഞങ്ങളിന്ന് പ്രോഗ്രാമായിട്ട് നിൽക്കുന്നത് കന്യാകുമാരിയിലാണ്. ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. കന്യാകുമാരിയിൽ നമുക്കൊരു ചേട്ടനെ കിട്ടി. നമ്മുടെ പ്രോഗ്രാം സ്ഥിരം കാണുന്ന ഒരു കക്ഷിയാണ്. ഗൾഫിലായിരുന്നല്ലേ? ഗൾഫിൽ സ്ഥിരം കാണുന്ന പ്രോഗ്രാം. ചേട്ടൻ പേരെന്ത്? സൈമൺ. ഇപ്പം ചേട്ടൻ ഇവിടെ ഒരു കടയിട്ടൊക്കെയാണ്. ഇപ്പം കടയിട്ടിട്ട് എത്ര വർഷമായി?
ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ആയിട്ടായുള്ളൂ. ഇതാണ് നമ്മുടെ താരം. പേരെന്തേട്ട്? സ്വയംഭൂ. സ്വയംഭൂ എന്ന് പറഞ്ഞ പുള്ളിക്കാരന് അനീഷും അനിതയും കൂടെ ചെന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് പോയി ഒരു 7 മാസമായി, ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തപ്പം പറഞ്ഞ് ഒരു സഹായത്തിന് എന്നെ വണ്ടിയിലൊന്ന് കയറ്റി തരണം പിടിച്ച് എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഇറങ്ങി എല്ലാം കളഞ്ഞിട്ട് കൂടെ ഇറങ്ങി വന്ന് സഹായിക്കാനെത്തിയ ശംഭു ചേട്ടന് ബിഗ് പ്രാങ്ക്സിൻ്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. ഓക്കെ, ശരി. ആദ്യമായിട്ട് ബിഗ് പ്രാങ്ക്സിൻ്റെ ഒരു ക്യാഷ് പ്രൈസ്. ഗ്രേസൺ ഇൻഫോസിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കാട് വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി ഈ ടൂർ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. താങ്ക് യു. കൈതാ. താങ്ക് യു. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? എല്ലാം മനസ്സിലായി. എന്താണ്? ശരി.